ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. ദിഷ്ട്യാ ഭ്രാതഃ പ്രവയസ ഇദാനീമപ്രജസ്യത്തെ പ്രജാശായ നിവൃത്തസ്യ പ്രജായത് സമപദ്യത. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം കൊണ്ട്. ഇവിടെ നമ്മൾ ഇനിയുള്ള 6 ശ്ലോകങ്ങളിലായിട്ട് വസുദേവര് നന്ദഗോപരോട് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രീവ്യാസ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, വസുദേവര് നന്ദഗോപരോട് പറയുകയാണ്, ദിഷ്ട്യ മഹാഭാഗ്യമാണ്, മഹാഭാഗ്യം കൊണ്ട് ഭ്രാത എന്ന് പറഞ്ഞാൽ അല്ലയോ ഭ്രാതാവേ, അവിടെ ഒരു സംബോധനയാണ്, അല്ലയോ സഹോദര എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു പ്രിയമിത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ നന്ദഗോപരെ അല്ലയോ സഹോദര പറയുകയാണ്, മഹാഭാഗ്യം കൊണ്ടാണ്, മഹാഭാഗ്യം തന്നെയാണ്. എന്ത്? പ്രവയസ്സ എന്നാൽ വയസ്സ് ഏറെ ആയതിനു ശേഷം. നമുക്കറിയാം നന്ദഗോപർക്ക് ഒരുപാട് കാലം സന്തതികളില്ലാതെ ഇരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പറയാണ് വയസ്സേറെ ആയവനും, അതെ, ഇപ്പം തൻ്റെ മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, വയസ്സേറെ ആയിരിക്കുന്നു നന്ദഗോപർക്ക്. അങ്ങനെയുള്ള ആ നന്ദഗോപർക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ അത്യന്തം മഹാഭാഗ്യം തന്നെയാണ്. കാരണം എന്താ? ഇദാനീം അപ്രജസ്യ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഇദാനീം അപ്രജസ്യ. ഇദാനീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അപ്രജസ്യ എന്നാൽ പ്രജകളില്ലാതിരുന്ന, മക്കളില്ലാതിരുന്ന അല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങേക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് അത്യന്തം മഹാഭാഗ്യമാണ്. കാരണം ഇത്രയും വയസ്സേറെ ആയിരിക്കുന്നു അങ്ങേക്ക്, എന്നിട്ടും ഇപ്പോൾ അങ്ങേക്കൊരു അത്യന്തം മഹാഭാഗ്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പറയുകയാണ് തേ എന്നാൽ അങ്ങേക്ക് പ്രജാശായ എന്ന് പറഞ്ഞാൽ പ്രജകളെ ഉണ്ടാകുമെന്നുള്ള ആശയുള്ള, ആ ഒരു സന്തതികൾ ഉണ്ടാകുമെന്നുള്ള മോഹത്തിൽ അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൽ നിന്നും നിവൃത്തനുമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി തനിക്കൊരു സന്തതി ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള എപ്പോഴും ആ ഒരു പ്രതീക്ഷ നന്ദഗോപരെ മുന്നോട്ട് നയിച്ചിരുന്നു. എന്നിട്ടോ ഇത്രയേറെ വയസ്സായിട്ടും ഒരു സന്തതി ഇല്ലാതെ ഇരുന്ന നന്ദഗോപർക്കാകട്ടെ ഇപ്പോൾ വയസ്സേറെയായപ്പോൾ ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു മോഹം അപ്പോഴും, ആ ഒരു ആഗ്രഹം ഉള്ളിൽ നിന്നും അപ്പോഴും നന്ദഗോപർക്ക് വിട്ടുമാറിയിരുന്നില്ല. തനിക്കൊരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ഒരു മോഹം. അപ്പോൾ ആ മോഹം ഇപ്പോൾ ഈ വയസ്സേറെ ആയ കാലത്ത് അത് സഫലമായിരിക്കുന്നു. അങ്ങേക്ക് അല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങേക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ആ തൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ തനിക്കൊരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്നും, ആഗ്രഹം ഇപ്പോൾ സത്യമായി മാറിയിരിക്കുന്നു. അതാണ് പറഞ്ഞ ആ ആഗ്രഹത്തിൽ നിന്നും നിവൃത്തി നേടിയ, ആഗ്രഹം എന്ന തലത്തിൽ നിന്നും അത് സാക്ഷാത്കരിക്കപ്പെട്ട് അത് മഹാഭാഗ്യമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രജ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഒരു സന്തതി, ഒരു ഉണ്ണി. ഇപ്പോൾ നന്ദഗോപർക്ക് ഒരു ഉണ്ണി ഉണ്ടായിരിക്കുന്നത് യത് സമപദ്യത ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യത് സമപദ്യത. യത് എന്ന് പറഞ്ഞാൽ എന്നത്, അതായത് ഒരു ഉണ്ണി ഉണ്ടായി കാണണം, തനിക്കൊരു ഉണ്ണിയെ കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇപ്പോൾ സമപദ്യത, അതായത് ആ ഒരു ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു, അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എന്നുള്ളത്, തനിക്ക് ഇത്രയും വയസ്സായതിനു ശേഷം അപ്പോഴും തനിക്കൊരു സന്തതി ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന നന്ദഗോപർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടിയെന്നുള്ളത് ഇവിടെയും നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ വസുദേവര് പറഞ്ഞിരിക്കുന്ന പ്രജ എന്നാണ്. ആ പ്രജ എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകാം, ഒരു സന്തതി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മറിച്ച് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് എന്നുള്ളത് എടുത്തു പറയാതെ വസുദേവര് പറഞ്ഞത് വളരെ ബുദ്ധിപൂർവമാണ്. വസുദേവരവിടെ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം. കാരണം തനിക്കൊരു ഉണ്ണി ഉണ്ടായി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ
താൻ പറയുന്ന ഒരു കള്ളമായി മാറിയേനെ എന്ന് വസുദേവർ ഭയക്കുന്നു. താൻ അസത്യത്തെ ഭയക്കുന്നുണ്ട്. നമ്മളിത് മുൻപ് കംസന് തൻ്റെ ഉണ്ണികളെ, ആദ്യത്തെ ഉണ്ണി ഉണ്ടായപ്പോൾ കംസന് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ദേവകി ദേവിയുടെ ആ ഒരു വിഷമം, താൻ നൊന്തു പ്രസവിച്ച ആദ്യത്തെ ഉണ്ണിയെ കൊല്ലാനായി തൻ്റെ സഹോദരനായ കംസന് കൊണ്ട് കൊടുക്കാൻ പുറപ്പെടുന്ന വസുദേവരോട് കേണപേക്ഷിക്കുമ്പോൾ വസുദേവരെക്കുറിച്ച് അവിടെ വ്യാസഭഗവാൻ പറയുന്നുണ്ട്, താൻ അസത്യത്തെ ഭയപ്പെടുന്നവനാണ്. കാരണം താൻ വാക്ക് കൊടുത്തതാണ് കംസന് തൻ്റെ ഉണ്ണികളെ കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുക എന്നത് താൻ അസത്യം ചെയ്യുന്നതിന് തുല്യമാണ്. അസത്യത്തെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെയും വസുദേവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം നന്ദഗോപർക്കുണ്ടായത് ഒരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്ന് നന്ദഗോപർക്കറിയില്ലെങ്കിലും വസുദേവർക്ക് നന്നായിട്ടറിയാം. വസുദേവരുടെ ഉണ്ണിയാണ് ഇന്ന് നന്ദഗോപർ ഉണ്ണിയായി വളർത്തുന്നത് എന്നുള്ളത് അതും നന്ദഗോപർക്കറിയില്ല, വസുദേവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വസുദേവര് നന്ദഗോപരോട് സംസാരിച്ചപ്പോൾ തനിക്കൊരു മകളുണ്ടായി, അല്ലയോ ജ്യേഷ്ഠ അങ്ങേക്കൊരു മകളുണ്ടായി അല്ലെങ്കിൽ ഒരു മകനുണ്ടായി എന്ന് പറയുന്നതിന് പകരം പ്രജാശയിൽ കഴിഞ്ഞിരുന്ന ഒരു സന്തതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അങ്ങേക്ക് ഒരു പ്രജയുണ്ടായി എന്നത്, അതും വയസ്സേറെയായി, ഇത്രയും വയസ്സായതിനു ശേഷം അങ്ങേക്കൊരു പ്രജയുണ്ടായി എന്നത് തന്നെ അത്യത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമുക്കറിയാം, എത്രയോ പേരെ ഈ നമ്മുടെ ചുറ്റിനുമുള്ള ഒരു സമൂഹത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാതെ, ഒരു ഉണ്ണിയില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഇത്ര കാലവും ഈ നന്ദഗോപരെയും യശോദാമിയെയും ഒരു സന്തതി സൗഭാഗ്യം കൊടുക്കാതെ ഭഗവാൻ വെച്ചിരുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടുള്ള ആ ഭഗവാനെ തന്നെ ഉണ്ണിയായി കിട്ടി ലാളിക്കാൻ വേണ്ടിയിട്ടാവില്ലേ? ഭഗവാന്റെ നിശ്ചയം അങ്ങനെ ആയിരുന്നത് കൊണ്ടാവില്ലേ ഇത്ര കാലവും ഉണ്ണിയില്ലാതിരുന്ന അവർക്ക് ഈ വയസ്സേറെയായിട്ടും ഒരു ഉണ്ണിയെ കൊടുത്ത് തന്നെയല്ല, ഇത്ര കാലവും മക്കളില്ലാതിരുന്ന, സന്തതികളില്ലാതിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിസുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയെ കിട്ടിയിരിക്കുന്നു കയ്യിൽ. എങ്ങനെ അതിനെ താലോലിക്കണമെന്നറിയില്ല. എത്ര സ്നേഹിച്ചിട്ടും മതി വരുന്നില്ല, എത്ര കൊഞ്ചിച്ചിട്ടും മതി വരുന്നില്ല, എത്ര ലാളിച്ചിട്ടും മതി വരുന്നില്ല, എത്രയൊക്കെ അണിയിച്ചൊരുക്കിയിട്ടും മതിയാകുന്നില്ല യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും, ആ ഗോകുലത്തിലെ ഓരോ ഗോകുലവാസികൾക്കും, ഓരോ ഗോപർനും ഓരോ ഗോപസ്ത്രീക്കും മതിയാകുന്നില്ല. ഒരു പക്ഷെ നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ഉണ്ണികളെ കൊടുത്ത് അനുഗ്രഹിക്കാതിരുന്നത്, ഇവിടെ അതും പറഞ്ഞു പ്രജാശയിൽ കഴിയുകയായിരുന്നു, ഒരു ഉണ്ണിയെ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ, അല്ലേ? ആ ആഗ്രഹം അപ്പോഴും വെടിഞ്ഞിരുന്നില്ല. പൂന്താനം തിരുമേനി പാടിയതുപോലെ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അപ്പോൾ ഈ മക്കളില്ലാതിരുന്ന അവരുടെ ഉള്ളിൽ ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ അവരുടെ അങ്ങനെ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഭഗവാനെ അപ്പോഴും കൈവിടാതെ, തനിക്ക് മക്കളില്ലല്ലോ അല്ലെങ്കിൽ ഒരു സന്തതിയെ കിട്ടിയില്ലല്ലോ എന്ന് കരുതി ഭഗവാനെ പഴിക്കുകയായിരുന്നില്ല. അപ്പോഴും ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സ് നൊന്ത് വിളിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന അവർക്ക് ഭഗവാൻ തന്നെ ഉണ്ണിയായി അവർക്ക് ലാളിക്കാൻ, അവർക്ക് താലോലിക്കാൻ മുൻപിൽ വന്ന് നിന്നു കൊടുക്കുന്നു. അവരുടെ മുൻപിൽ ഉണ്ണിയായി കിടന്നു കൊടുക്കുന്നു. എന്നെ അണിയിച്ചൊരുക്കിക്കോളൂ, എന്നെ പാലൂട്ടിക്കോളൂ, എന്നെ സ്നേഹലാളനകൾ കൊണ്ട് പൊതിഞ്ഞോളൂ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ സ്വയം ഉണ്ണിയായി വന്ന് കിടക്കുമ്പോൾ ആ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും ഉണ്ടായത് ഈ വയസ്സാം കാലത്ത് വസുദേവർ പറയുകയാണ്, വയസ്സേറെയായപ്പോൾ അല്ലയോ ജ്യേഷ്ഠ സഹോദര അങ്ങേക്കുണ്ടായത്, അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ അത്യധികം അത്ഭുതകരമാണ്. ഭഗവാൻ കാത്തു വച്ചിരിക്കുകയായിരുന്നു. അവർക്ക് അതുവരെ ഒരു ഉണ്ണിയെ കൊടുക്കാതെ കാലത്തിനെ കാത്തു നിർത്തിയിരിക്കുകയായിരുന്നു. തന്നെ ലാളിച്ചോട്ടെ, തനിക്ക് അവരുടെ സ്നേഹം വേണമെന്ന് ഭഗവാന് തോന്നിയിട്ടുണ്ടാവാം. ആ നന്ദഗോപരുടെയും യശോദാമ്മയുടെയും
ആ ഗോകുലത്തിലെ ഗോപസ്ത്രീകളുടെയും ഒക്കെ സ്നേഹം തനിക്ക് വേണമെന്ന് ഭഗവാന് തോന്നിയിട്ടുണ്ടാവാം. അതിനുവേണ്ടി കാലം ഇത്രയായിട്ടും ഒരു ഉണ്ണിയെ നൽകാതെ പരമമായ ഏറ്റവും വലിയൊരു ഭാഗ്യത്തെ തന്നെ കൊടുത്തുകൊണ്ട്, അപ്പോൾ ഇത്ര കാലവും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. ഉണ്ണി ഇപ്പോൾ ഉണ്ടാവും എന്ന് കരുതി കാത്തിരുന്ന അവർക്ക് ഇത്ര കാലവും ഇല്ലാതിരുന്നപ്പോൾ മറ്റാർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യം ജന്മം കൊടുത്തിട്ടും വസുദേവർക്കും ദേവകീദേവിക്കും കിട്ടാത്ത മഹാഭാഗ്യം കൊടുത്ത് ആ നന്ദഗോപരെയും യശോദാമിയെയും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നത് തന്നെ ഇവിടെ വസുദേവർ പറയും പോലെ അത്യധികം അത്ഭുതകരമാണ്. ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ദിഷ്ട്യാ ഭ്രാതഃ പ്രവയസ ഇദാനീമപ്രജസ്യത്തെ പ്രജാശായ നിവൃത്തസ്യ പ്രജായത് സമപദ്യത. ഇനിയും നമുക്കത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. ആദ്യത്തെ വരിയിൽ ഭ്രാത, അതേപോലെ ആ ഒരെണ്ണവേ വിസർഗമുള്ളതുള്ളൂ, അപ്പോൾ അത് പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഇദാനീം അപ്രജസ്യ, അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. മാ ജോയിൻ ചെയ്യാനായിട്ട് വന്നതാണ്. പിന്നെ യത് സമപദ്യത, അത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ശ്ലോകം നമുക്കുള്ള ഒരു ഉപദേശം കൂടിയാണ് വ്യാസഭഗവാന്റെ. നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണ്ട, അല്ലെങ്കിൽ സങ്കടപ്പെടണ്ട. അപ്പോഴും ഭഗവാനെ വിളിച്ചോളൂ. ഇപ്പം കിട്ടാത്തതിനൊക്കെ ചേർത്ത് ഭഗവാൻ ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ സൗഭാഗ്യം നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയോ കരുതി വച്ചിട്ടുണ്ട്. ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി സദാ ജീവിതത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. ഈ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ വീണു പോകരുത് എന്നുകൂടി നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ്. സന്തതികളില്ലാത്തതിൻ്റെ സങ്കടമാണെങ്കിൽ ഈ ലോകത്ത് എത്രയോ അച്ഛനമ്മമാരുണ്ട്. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് നല്ല നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ അച്ഛനമ്മമാർ ബാധ്യതയായി മാറുന്ന മക്കൾ ഏതോ വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ മക്കൾ എന്നത് കണ്ണീർ കടലായി മാറുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ, ദയനീയമായ അവസ്ഥ. അപ്പോൾ ഉള്ളത് അവിടെ സങ്കടമായി മാറുന്നു. ചിലർക്ക് അതില്ലാത്തത്, മക്കളില്ലാത്തത് സങ്കടമായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ പൂർവ്വജന്മത്തിൽ നിന്നും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധങ്ങളാണ്. ചില സങ്കടങ്ങൾ ഓരോ ജന്മത്തിലും നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടത് അനുഭവിച്ചേ മതിയാകൂ. നമ്മുടെ പ്രാരബ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിലും എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മളെ അതാത് വഴിയിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് വഴിയിൽ ആരൊക്കെ എപ്പോഴൊക്കെ എത്തിച്ചേരണം എന്ന് ഭഗവാന് നല്ല നിശ്ചയമുണ്ട്. ചിലപ്പോൾ ആപൽ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നതും ആ ഭഗവാന്റെ കാരുണ്യമാണ്. എന്നാലാകട്ടെ അവിടെ നിന്നും അത്ര നേരവും ആ ആപൽഘട്ടത്തിൽ ഇല്ലാതിരുന്നിട്ടും അവിടേക്ക് ഓടിയെത്തി ആപത്തിൽ പെടേണ്ടി വരുന്നതും നമ്മുടെ കർമ്മപ്രാരബ്ധം തന്നെയാണ്. നമുക്കറിയാം, പല അപകടങ്ങൾ നടക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് ചിലപ്പോൾ ഒരു ദിവസം മുൻപോ 2 ദിവസം മുൻപോ ഒക്കെ ആവാം ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ഉദ്ദേശ്യം നല്ലതാവാം, നല്ലൊരു ഉദ്ദേശ്യത്തോടു കൂടി എത്തിച്ചേരുന്ന അവർക്ക് പക്ഷേ ആ അപകടത്തിൽ ജീവൻ പൊലിയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലാകട്ടെ ആ അപകടത്തിൽ നിന്നും ചിലർ നേരിയ പോറലുകൾ മാത്രമായി രക്ഷപ്പെടും, ചിലരാകട്ടെ ഒരു പോറൽ പോലും ഏൽക്കാതെയും രക്ഷപ്പെടും. ഇതൊക്കെ നമ്മുടെയൊക്കെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ഈ സാഹചര്യങ്ങളും സംഭവങ്ങളുമൊക്കെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുള്ളത്,
അല്ലെങ്കിൽ നമ്മൾ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, നമ്മൾ ചിലതൊക്കെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ഭഗവാന് ആരോടും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, ഒരു പാർഷ്യാലിറ്റിയും ഭഗവാനില്ല. ഭഗവാന് തൻ്റെ പ്രജകളെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഇത് നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ തന്നെ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചാണ്. നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്താൽ ആ ഫുഡ് നമ്മൾ തന്നെ ഭക്ഷിക്കണം, അത് മറ്റാരും ഭക്ഷിക്കില്ല. ഇതേപോലെ നമ്മളൊക്കെ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ്, പ്രാരബ്ധമാണ് നമ്മളെയൊക്കെ ഓരോ സാഹചര്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അത് സംഭവങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, ദേശകാലങ്ങളായിക്കോട്ടെ, എന്തിനേറെ പ്രകൃതിയിൽ നിന്നുള്ള നമുക്കറിയാം പല കലാമിറ്റീസും പല ദുരന്തങ്ങളും വന്നു ചേരുന്നുണ്ട് പ്രകൃതിയിൽ നിന്നും. അതുമൊക്കെ നമ്മുടെ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോഴും ഈ സങ്കടങ്ങൾക്ക് നടുവിലും ഭഗവാനെ മറക്കാതെ ഭഗവത് നാമം സദാ ജപിച്ചുകൊണ്ട് ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് നമുക്ക് കഴിയാനായാൽ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും കൊടുത്തതുപോലെ ജന്മം കൊടുക്കാനായില്ലെങ്കിലും ആ ഉണ്ണിക്കണ്ണൻ്റെ കാരുണ്യം, ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ തേടിയെത്തും. ഭഗവാനെ സദാ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ യശോദാമ്മയും നന്ദഗോപരും ചെയ്യുന്നത് പോലെ ആ ഉണ്ണിക്കണ്ണനെ വാത്സല്യം കൊണ്ട് പൊതിയുക, സ്നേഹം കൊണ്ട് പൊതിയുക. സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, സദാ സ്മരിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ ഒരു അത്താണി ഇല്ല എന്നറിയുക, അഭയമില്ല എന്നറിയുക. ബാക്കിയെല്ലാം ഭയത്തെ തരുന്നതാണ്. ഭഗവാൻ എന്നൊന്നു മാത്രമേ ഉള്ളൂ നമുക്ക് അഭയമായിട്ടുള്ളത്, ഭയമില്ലാത്തതായിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അക്ഷരാണാം അകാരോസ്മി. ആ എന്ന അക്ഷരം പോലും ഭഗവാനാണ്. അപ്പോൾ അഭയം എന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനാവുന്ന ഭയമില്ലാത്ത ഒരിടത്തെ തന്നെ നമ്മളെപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കണം. മറ്റുള്ളതെല്ലാം, ഭൗതികമായ എല്ലാം, വ്യക്തികളും ബാക്കിയുള്ള നമ്മൾക്ക് നേട്ടമെന്ന് തോന്നുന്നതെല്ലാം, അത് സാമ്പത്തികമായിക്കോട്ടെ, മറ്റു തരത്തിലായ സ്ഥാനമാനങ്ങൾ കൊണ്ടായിക്കോട്ടെ, അതൊക്കെ ഇന്ന് വരും നാളെ പോകും, ഒക്കെ നമ്മളെ വിട്ടു പോകാനുള്ളതാണ്. പക്ഷേ ആ അഭയകേന്ദ്രമായിട്ടുള്ള, ശാശ്വതമായ ഏക അഭയകേന്ദ്രമായിട്ടുള്ള ഒന്നിനെ നമ്മൾ ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ അത് ഈ ജന്മം മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളിൽ നമുക്ക് അനുഗ്രഹം ചൊരിയാൻ ആ ഒരു സ്മരണ, ആ ഒരു പാദപത്മങ്ങളിൽ അഭയം തേടുന്ന ആ ഒരു വിചാരം, ഈശ്വരനാമം സദാ ഉരുവിടാൻ കഴിയുന്നത് എന്നും അനുഗ്രഹമായി നമുക്കുണ്ടാവും, ജന്മജന്മാന്തരങ്ങളിലുണ്ടാവും. ഈ ഒരു ജന്മം മാത്രമല്ല, യശോദാമ്മയും നന്ദഗോപരും ഒക്കെ ജന്മജന്മാന്തരങ്ങളായി വഹിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു പുണ്യം. എത്രയോ കാലങ്ങൾ അവരൊക്കെ ഭഗവാനെ പൂജിച്ചിരിക്കുന്നു, ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരിക്കുന്നു. നമ്മൾ വസുദേവരുടെയും ദേവകീദേവിയുടെയും കാര്യം കണ്ടിരുന്നു. 3 ജന്മങ്ങളിലല്ലേ, എത്രയോ 10,000 വർഷങ്ങൾ അവർ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് ചെയ്താണ് അവർക്ക് ഭഗവാൻ 3 ജന്മങ്ങളിലായിട്ട് ആ ഒരു ഭാഗ്യം കൊടുത്തത്, മകനായി പിറന്നുകൊണ്ടുള്ള ഭാഗ്യം കൊടുത്തത്. നമുക്ക് മകനായി പിറന്നില്ലെങ്കിലും ഭഗവാനെ എന്നും ആ പാതാരവിന്ദങ്ങളിൽ ചേർന്ന് നിൽക്കാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദാ ഭഗവാനെ നമുക്ക് സ്മരിക്കാം. ആ ഭഗവത്പാദങ്ങളെ സദാ ആശ്രയിക്കാം, കൈവിടില്ല. ബാക്കിയെല്ലാം ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നമ്മളെ ഉപേക്ഷിച്ചു പോയാലും ആ പാദങ്ങളിൽ ആശ്രയിക്കുന്നവരെ ഭഗവാൻ കാലുകുടഞ്ഞു ദൂരെ എറിയില്ല, ചേർത്ത് വെക്കും തന്നോട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും അങ്ങനെയുള്ള ലീലകൾ ഇനിയും തുടങ്ങാൻ പോകുന്നുണ്ട്, നമുക്ക് കാണാം. ഇനി ഭഗവാന്റെ ലീലകളിലൊക്കെ ഭഗവാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഭഗവാനെ വിളിച്ചിട്ടുള്ളവരെ, ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചിട്ടുള്ളവരെ
ഭഗവാൻ തന്നോട് തന്നെ ചേർത്ത് വെക്കുന്ന കാഴ്ച, ആ സുന്ദരമായ ലീലകളിലേക്ക് നമുക്ക് പതിയെ പതിയെ കടക്കാം. ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഈ വാക്കുകളൊക്കെ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ, അവിടുത്തെ ഈ കുഞ്ഞിക്കാലടികളിൽ ഉള്ളവൾ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.